പിശുക്കുണ്ടാണ്. മിതവ്യയം ശീലിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തുകയാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ റളിയല്ലാഹു അൻഹു തൻ്റെ മകളെ ഫാത്തിമയെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന 5ാം ഖലീഫക്ക് കല്യാണം ചെയ്തു കൊടുക്കുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് 5ാം ഖലീഫ എല്ലാ സത്യത്തിൽ അതിൻ്റെ ഇടയിൽ പലരും ഉണ്ട്. പക്ഷേ 4 ഖലീഫമാരുടെ കാലം കഴിഞ്ഞിട്ട് പിന്നെ മനോഹരമായ ഒരു അമീറുൽ മോമിനീന്റെ കഥ വായിക്കാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്യലാണ് നല്ലത്. ഞാൻ ചരിത്രം വായിക്കാൻ ഉദ്ദേശിക്കുന്നവരോടാ പറയുന്നത്. അലി ഇബ്നു അബീ ത്വാലിബിന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നേരെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിലേക്ക് ചാടുക നല്ലത്. അല്ല, തർത്തീബായിട്ട് നിങ്ങൾ വായിക്കാനാണ് താല്പര്യമെങ്കിൽ ചിലയിടത്തൊക്കെ നിങ്ങളുടെ നെറ്റി ചുളിയും. ഇതെന്ത് ശരിയായില്ലല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് യോജിച്ചും വിയോജിച്ചും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നാൽ നിരാക്ഷേപകരമായ രൂപത്തില് ഖിലാഫത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ ഖൈറിലും അദിലിലും ഇഅ്തിദാലിലും അധിഷ്ഠിതമായ ഒരു ഭരണം വീണ്ടും പുനഃസ്ഥാപിക്കുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആയതുകൊണ്ടാണ് മഹാനവറുകളെ പറ്റി 5ാം ഖലീഫ എന്ന ഓമന പേര് പറയുന്നത്. അല്ലാതെ 5ാം ഖലീഫ ആയതുകൊണ്ടല്ല. അതിൻ്റെ ഇടയിൽ വേറെയും ഖലീഫമാരുണ്ട്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ തന്റെ മകൾ ഫാത്തിമയെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. ഉമറേ, എൻ്റെ മകളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തന്നാൽ നീ അവൾക്ക് കൊടുക്കുന്ന ചിലവ് എങ്ങനെയായിരിക്കും? അവളെ നീ എങ്ങനെയാ നോക്കുക? എൻ്റെ ഒരു നിലവാരം ഒന്ന് പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഭരണാധികാരി ആയതുകൊണ്ട് ചോദിച്ചു, എൻ്റെ മകളെ ഈ കഷ്ടപ്പെടുത്തുമോ? എങ്ങനെയാ നീ നോക്കുക? അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ യുക്തിപൂർണമായ മറുപടി ഒന്ന് കേട്ടുനോക്ക്. എത്ര മനോഹരമാണ് ആ മറുപടി. എന്ന് അമോഷൻ കാക്ക കല്യാണം ആലോചിക്കുമ്പോ തന്നെ മോനോട് ചോദിച്ചു, മരുമകനോട്. അപ്പൊ പുതിയാപ്പിള പറഞ്ഞു, അൽ ഹസനത്തു ബൈന സയ്യിഅത്തൈൻ. എങ്ങനെയായിരിക്കും നിന്റെ ചെലവ് രീതി എന്ന് ചോദിച്ചപ്പോ അൽ ഹസനത്തു ബൈന സയ്യിഅത്തൈൻ, 2 ആക്ഷേപാർഹമായതിന്റെ ഇടയിൽ മനോഹരമായ ഒരു രൂപമുണ്ട്. അതായിരിക്കും എന്റെ ചെലവ് രീതി എന്ന് പറഞ്ഞാൽ ഇസ്രാഫും ഉണ്ടാവില്ല, ബുഖലും ഉണ്ടാവില്ല. ബൈനൽ ഇസ്രാത്തി വ തഫ്രീത്തി ആയിരിക്കും. മറ്റേത് 2 ആക്ഷേപാർഹം. എന്താ നിങ്ങൾ പറഞ്ഞത്? അബ്ദുൽ മലിക് ഇബ്നു മർവാൻ വീണ്ടും ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഖാല അല്ലാഹു തആല വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. അതായിരിക്കും എന്റെ രീതി. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇസ്രാഫും തെറ്റാണ്, ഖത്റും തെറ്റാണ്. ഒന്ന് ലുബ്ദാണ്, ഒന്ന് ദൂർത്തുമാണ്. അത് 2ഉം സയ്യിഅത്തൈനിയാണ്, 2ഉം തിന്മകളാണ്. ആ 2 തിന്മകൾക്കിടയിൽ ഒരു നന്മയുണ്ട്. ആ മധ്യമ നിലപാടിലുള്ള നന്മ. അതായിരിക്കും എൻ്റെ രീതി എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അബ്ദുൽ മലിക് ഇബ്നു മർവാൻ വളരെ സന്തോഷിച്ചു. കാരണം ഇസ്ലാമിക രീതിയിൽ ഞാൻ അവളെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഈ ആയത്താണ് അതിന് തെളിവായിട്ട് ഓതിയത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. നടത്തം, ഇരുത്തം, സംസാരം, എല്ലാറ്റിലും മിതത്വം പാലിക്കണം. ഇതിലൊക്കെ മിതത്വം പാലിക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. എവിടെയാണത് പഠിപ്പിച്ചത്? വഖ്സിദ് ഫീ മശ്യിക വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്തുൽ ലുഖ്മാന്റെ 19-ാമത്തെ ആയത്ത്, വഖ്സിദ് ഫീ മശ്യിക, നിന്റെ നടത്തത്തിലും ഇരുത്തത്തിലൊക്കെ നീ മിതത്വം പാലിക്കണം. അല്ലാഹുവിന്റെ അടിമകളുടെ സ്വഭാവം 12 ഗുണങ്ങൾ പറയുമ്പോൾ സൂറത്തുൽ ഫുർഖാനിലെ അതിന്റെ തുടക്കം വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമുഖത്തുകൂടെ വിനയാന്വിതരായി നടക്കുന്നവരാണ് അല്ലാഹുവിന്റെ അടിമകൾ എന്നാണ്. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ നടത്തത്തിൽ വിനയമുണ്ടോ, മിതത്വമുണ്ടോ? ഉണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയുമ്പോൾ ഒരു വലിയ നേതാവിനെ പറഞ്ഞു തരണം. അപ്പോഴേ തിരിയുള്ളൂ. ഒരു വലിയ നേതാവ്. അപ്പൊ ഈ വേദിയിലെ ഒരു നേതാവ് കടന്നു വരുന്നു.
ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കടന്നു വരുന്നു. സുൽത്താനുൽ ഉലമയുടെ ആദ്യ കാലഘട്ടം നമുക്കറിയാം. ഇപ്പം അൽഹംദുലില്ലാഹ് നല്ല സുഖം പ്രാപിച്ച് സൗണ്ടൊക്കെ പഴയ സൗണ്ടിലേക്ക് തിരിച്ചെത്തി. കഴിഞ്ഞ തവണ ഉസ്താദിനെങ്ങനെ കണ്ടപ്പോൾ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞു, ആഷിക്ക് ഇങ്ങനെ പിടിച്ച്, ആഷിക്ക് സഖാഫി പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ആഷിക്ക് കൈ പിടിച്ച് നടക്കലും കൂടി ഞാൻ ഒഴിവാക്കണം ഉസ്താദെ. ഉസ്താദ് ചിരിച്ചു, അതും നടക്കോടാണ്. അള്ളാഹു അങ്ങോട്ട് എത്തിച്ചേരട്ടെ, അള്ളാഹു അങ്ങോട്ട് എത്തിച്ചേരട്ടെ. എത്ര സന്തോഷമുള്ള ഒരു രംഗമായിരിക്കും അത് കാണാൻ കഴിയുമ്പോൾ. ദുബൈയിലൊക്കെ വെച്ചപ്പോൾ കുറച്ച് ഏതാനും കഷ്ടപ്പെട്ട ഉസ്താദ് ആരും പിടിക്കാതെ നടന്നത് കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ആ അറബികളുടെ കൂടെ നടക്കുമ്പോൾ നമുക്കത് വല്ലാത്ത സന്തോഷമുള്ളൊരു സമയമാണ്. ഞാൻ പറയുന്നത് ഉസ്താദ് രോഗത്തിൽ വരുന്നതിൻ്റെ മുമ്പ് നല്ല ആരോഗ്യവാനായിരുന്ന കാലത്ത് ഉസ്താദിന്റെ നടത്തം അതൊരു 1.5 നടത്തായിരുന്നു അല്ലേ? ഉസ്താദ് ഈ സദസ്സിലേക്ക് വരുമ്പോൾ ഓടിയിട്ട് ഈ സ്റ്റേജിലേക്ക് വന്നാൽ അതിലെന്തോ ഒരു കൊലക്കേടുണ്ടാവില്ലേ? എന്നാലോ അരിച്ചരിച്ചാ വരുന്നതെങ്കിലോ അതും പ്രശ്നമാണ്. വേച്ച് നടക്കുന്നത് നമുക്ക് കാണാൻ തന്നെ ഇഷ്ടമല്ലല്ലോ. നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് അതാ പറഞ്ഞത്. എവിടെയുണ്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു